കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ. ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയിരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ. ഉൾത്തൊടും ഉശിരുമായി വന്നിവൾ. ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ. അപൂർവ എന്നോട് ചില സഹായങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. മാളവികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നില്ല അത്. അതിനെപ്പറ്റി സംസാരിക്കാനായി അപ്പുവിനെ കാണാൻ ചെന്നപ്പോൾ ആ സമയത്ത് മാളവിക എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ച് പിരിയാൻ തുടങ്ങുമ്പോൾ മാളവിക എൻ്റെ ഒപ്പം ഉള്ള കാര്യം ആ കുട്ടി അറിയുന്നത്. പരസ്പരം കണ്ട സ്ഥിതിക്ക് അവർ തമ്മിലൊന്ന് സംസാരിച്ചു. അതിലെന്താ അങ്കിൾ തെറ്റ്? കണ്ടാൽ മിണ്ടാതിരിക്കത്തക്ക വിധം അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇനി അങ്കിളിൻ്റെ അറിവിലേക്കായി ഒരു കാര്യം കൂടി ഞാൻ പറയാം. അങ്കിള് നേരത്തെ പറഞ്ഞല്ലോ, മാളു അപ്പുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ പാടുപെട്ടാണ് അവസാനിപ്പിച്ചതെന്ന്. പക്ഷെ നിങ്ങളെടുത്ത സ്ട്രെയിനിൻ്റെ എത്രയോ ഇരട്ടി സ്ട്രെയിനും സ്ട്രെസ്സും ഈ കാര്യത്തിൽ മാളവികയെ അപൂർവയെ അനുഭവിച്ചിട്ടുണ്ടെന്നറിയാമോ? അതിൻ്റെ ഷോക്കില് മാളവിക ആ കടുത്ത ഡിപ്രഷനിലേക്ക് വീണത്. ആ കുട്ടി ഇപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായും റിക്കവർ ആയിട്ടുണ്ടെന്ന് പറയാനാവില്ല. വീട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ ഭയന്ന് സാക്രിഫൈസ് ചെയ്തൊരു സൗഹൃദം അപ്പുവിൻ്റെയും മാളുവിൻ്റെയും. നിങ്ങൾ സംശയിക്കുന്ന തരത്തിലുള്ള യാതൊന്നും അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇല്ലെന്ന് ഉറപ്പായിട്ടും മറ്റുള്ളവരെ ഭയന്ന് നിങ്ങൾ അവരെ ബോധപൂർവം ഒരു അയൺ ഫെൻസിനുള്ളിലാക്കുകയായിരുന്നു. അതല്ലേ അങ്കിൾ സത്യം? ഒന്ന് അടുത്ത് കണ്ടാൽ പോലും മിണ്ടാൻ പറ്റാത്ത വിധം അവരുടെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്നത് മനുഷ്യത്വപരമല്ലെന്ന എൻ്റെ അഭിപ്രായം. അതിന് ശ്രമിക്കുന്നത് മാളവികയുടെ മനസ്സിൽ വീണ്ടും ഇരുട്ട് പകരാനേ ഉപകരിക്കൂ. അതുകൊണ്ട് മാളവികയെ അങ്ങനെ ഒരു ഇരുട്ടിലേക്ക് തള്ളിവിടണം അങ്കിൾ. ഇനി അവർ തമ്മിൽ കണ്ടാൽ സംസാരിച്ചെന്നും പരസ്പരം കൈ കൊടുത്തു എന്നൊക്കെ ഇരിക്കും. അതൊന്നും അത്ര സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കാതിരിക്കുന്നത് നിങ്ങൾ രണ്ടു കൂട്ടർക്കും നല്ലത്. അങ്കിള് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടേബിളിനപ്പുറവും ഇപ്പുറവും ഇരുന്ന് എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ അങ്കിൾ ഏറ്റവും നല്ലത്. അപ്പുവിൻ്റെ മാളുവിൻ്റെ സൗഹൃദത്തെ പറ്റി അങ്കിള് ടെൻഷൻ അടിക്കണ്ട. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഞാനല്ലേ പറയുന്നത്. ഓക്കെ ജോബിൻ. ഓക്കെ, ബൈ. ബൈ. എന്തുപറ്റിയടാ? ആകെ ഒരു ഷോകൽ ലൈനിലാണല്ലോ നിന്റെ ഇരിപ്പ്. എന്താ കാര്യമെന്ന് വെച്ചാൽ പറ. ഏയ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
ഒന്നിനൊരു മൂഡ് തോന്നില്ല. എങ്കിൽ വാ, നമുക്ക് ഓരോ ബിയർ അടിക്കാം. ഒന്ന് ചില്ലാവുമ്പോൾ മൂടൊക്കെ താനേ വന്നോളും. വരുന്നെങ്കിൽ പെട്ടെന്ന് വാ. ആ സുമി വന്നാൽ പിന്നെ അവളൊന്നിനും സമ്മതിക്കത്തില്ല. എനിക്ക് വേണ്ട, നീ വേണമെങ്കിൽ പോയിട്ട് വാ. ആ, അതെന്ത് പറച്ചില്ല. ഒരു കമ്പനിയില്ലാതെ എങ്ങനെയാ ചില്ലാവുന്നത്? ആ, വേണ്ടെങ്കിൽ വേണ്ട. എന്നാലും ആ വീഡിയോ കണ്ടിട്ട് അവളുടെ അച്ഛനൊന്ന് റിയാക്ട് ചെയ്ത പോലും ഇല്ലല്ലോ. അതെന്തായിരിക്കും? ഓഹോ, അപ്പം അതായിരുന്നു നിന്റെ മൂഡ് ഔട്ടിൻ്റെ കാരണം. കൊള്ളാം, എനിക്ക് എപ്പോഴേ ഡൗട്ടുണ്ടായിരുന്നു. അപ്പുക്കുട്ടനും മാളും തമ്മിൽ വീണ്ടും കോണ്ടാക്ട് ഉണ്ടെന്ന് കണ്ട അങ്ങേരുടെ ഒരു ക്യാരക്ടർ വെച്ച് അയാൾ ആകെ പാനിക് ആവേണ്ടതാണ്. പക്ഷെ ഇത് കണ്ടിട്ട് അയാൾ ഒരു റിപ്ലൈ പോലും തന്നില്ല എന്ന് വെച്ചാ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? അതുങ്ങളെ തല്ലിയും ശാസിച്ചൊന്നും നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് അങ്ങേർക്ക് മനസ്സിലായി കാണും. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോന്ന വഴിക്ക് പോട്ട് പുല്ലെന്ന് അങ്ങേർക്കും തോന്നിയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും മാളവികയുടെ അച്ഛനൊന്ന് വിളിച്ചു നോക്കാൻ പോവാ. എന്താ സംഭവം എന്നറിയാലോ. തേ നോക്ക്, നമ്മുടെ അപ്പുക്കുട്ട. ഇറങ്ങാം. ഇപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? വായി നോക്കിയാളുടെ കോറം തികഞ്ഞില്ലല്ലോ. ആ സുമി ശ്രീകുമാർ വന്നില്ലല്ലോ. അവളും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ഷോ ഹിറ്റാവൂ. നമ്മളിവിടെ വന്നു എന്നറിഞ്ഞാൽ ആള് പൊട്ടി വീണതുപോലെ ഇവിടെ എത്തും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡാ, ഇവളുമാരും നമ്മളെ മനഃപൂർവ്വം ഇളക്കാനുള്ള ഷോ ആണെന്നാ തോന്നുന്നത്. എങ്കിലതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഡാ, വെയിറ്റ്. ആദ്യം ഞാൻ ഈ സീനൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ. ചിലപ്പോ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായാലോ. അണ്ണന്മാര് സീൻ പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. നീ ഇവിടെ ഇരിക്കുക, ഞാനൊന്ന് പോസ് ചെയ്തിട്ട് വരട്ടെ. എന്താടാ പാക്കര, നിനക്ക് നിന്റെ ഈ എച്ചില് തിന്നിക്കും ഞങ്ങളുടെ സീൻ പിടിച്ച് മതിയായില്ലേ? എങ്കിലേ മക്കള് മറിഞ്ഞു നിന്ന് കഷ്ടപ്പെട്ട് സീൻ പിടിക്കണ്ട. ഇങ്ങ് വാ, നല്ല ഡേ ലൈറ്റില് നല്ല മുട്ടായി പോലെ ഒന്ന് ഷൂട്ട് ചെയ്യാം. എന്നിട്ട് നിനക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ സെൻഡ് ചെയ്യാം. എന്താ, നിനക്ക് മതിയായില്ലേ? അതെ, ഷൂട്ട് ചെയ്യുമ്പോ എന്നെ മിസ് ചെയ്യല്ലേ. കാരണം ഞാനാണല്ലോ ഇതിന്റെ ഇടനിലക്കാരൻ. എടാ, നിനക്ക് ഹോസ്പിറ്റലിൽ വേറെ പണിയൊന്നും ഇല്ലേ? ഏയ്, എന്റെ മൊബൈൽ ഇങ്ങതാ. നിന്റെ മൊബൈലേ പോലീസ് സ്റ്റേഷനിൽ പോയി വാങ്ങിച്ചാ മതി. മോന്റെ സീൻ പിടുത്തമൊക്കെ എമ്മമാരും കൂടി ഒന്ന് കാണട്ടെ. അയ്യോ അപൂർവയെ ചതിക്കരുത്, എനിക്കൊരു അബദ്ധം പറ്റിയതാ, പ്ലീസ്. അയ്യോ, നീ ഇങ്ങനെ അപേക്ഷിക്കല്ലേ. നിന്റെ കൂട്ടുകാരൻ പാക്കറിന് അതൊരു ഷെയിമായി പോവും. മോനെ പാക്കര, നീ ആസിഡിന്റെയും പെട്രോൾ ബോംബിന്റെയും ഒക്കെ ഹോൾസെയിൽ ബിസിനസ് തുടങ്ങിയെന്ന് കേട്ടു. കുറച്ചുണ്ടാവോ എടുക്കാൻ? കാശിന്റെ കാര്യം എങ്ങനെയാ? ക്യാഷ് ഓൺ ഡെലിവറി ആണോ അതോ നിന്റെ പെങ്ങളുടെ അളിയന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്താൽ മതിയോ? ഒരുപാടങ്ങ് മൂപ്പിക്കല്ലേ. ഹലോ, കയ്യാങ്കളി ഒന്നും വേണ്ട സുഹൃത്തെ. നമുക്ക് മാന്യമായി കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യാം. എന്ത് സെറ്റിൽ ചെയ്യാൻ? മര്യാദയ്ക്ക് ആ ഫോൺ അവളോട് തിരിച്ചു കൊടുക്കാൻ പറയും. അത്രേ ഉള്ളോ? അപ്പോ അതും കൊടുത്തേക്ക്. പിന്നെ ഇത് തിരിച്ചു തന്നത് ഇയാളുടെ ഭീഷണി കേട്ട് പേടിച്ചിട്ടൊന്നുമല്ല. നന്നാവാനൊരു അവസരം തന്നാണെന്ന് കൂട്ടിയാൽ മതി. അന്ന് ജ്യൂസ് സ്റ്റോളിൽ വെച്ച് കണ്ടപ്പോഴേ ആളൊരു തരികിടയാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇത്ര ചീപ്പാണെന്ന് കരുതിയില്ല. ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ ബായി. ചുമ്മാ ആണുങ്ങളുടെ വില കളയാൻ നടക്കല്ലേ. നിങ്ങള്
ഹലോ. ഹലോ അങ്കിൾ. അങ്കിൾ ഫ്രീ ആണോ? എനിക്ക് അല്പം ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ അരുൺ, പറഞ്ഞോളൂ. അങ്കിളിനോട് എന്തും തുറന്നു പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ഇതുവരെയുള്ള വിശ്വാസം. അതിനിപ്പോൾ എന്തു പറ്റി അരുൺ? അല്ല, ആ വിശ്വാസം ഉള്ളതുകൊണ്ടാ അപൂർവയും മാളും കൂടി ആ ഡോക്ടറിന്റെ ഒത്താശയോട് കൂടി പുറത്ത് വെച്ച് മീറ്റ് ചെയ്തതിന്റെ വീഡിയോ ഞാൻ അങ്കിളിന് ഫോർവേഡ് ചെയ്തത്. ആ, അത് ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോ അരുൺ എവിടുന്നാ കിട്ടിയത്? അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാ. അപൂർവയും മാളവികയുമായി ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാന്ന് ഞാൻ അവനോട് തർക്കിച്ചപ്പോൾ അവനതിൻ്റെ എവിഡൻസ് ആയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാ. അത് കണ്ടപ്പോൾ അങ്കിളും ആൻറ്റി ഒന്നും അറിയാതെ മാളവിക അപൂർവയെ കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലതല്ലാന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ ആ വീഡിയോ അങ്കിളിന് ഫോർവേഡ് ചെയ്തത്. അരുൺ, അത് താൻ ഉദ്ദേശിക്കുന്നത് പോലെ മാളവിക ഞങ്ങൾ അറിയാതെയല്ല അപൂർവയെ കണ്ടത്. അവർ തമ്മിൽ അങ്ങനൊരു മീറ്റിംഗ് നടന്ന കാര്യം മാളു എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് അറിയുന്നില്ലല്ലോ അങ്കിൾ. എങ്കിൽ ഞാനത് സെൻഡ് ചെയ്യ പോലും ഇല്ലായിരുന്നു. ഞാനത് അയച്ചു തന്നത് ഇഷ്ടമായില്ലെങ്കിൽ ആ കാര്യം അങ്കിളിന് എന്നോട് തുറന്ന് പറയായിരുന്നു. അതിനു പകരം അപൂർവയും മാളവികയും വിട്ട് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അത് അങ്കിളിന്റെ അറിവോടെയാണെന്ന് എനിക്ക് മനസ്സിലായി. അരുൺ, താൻ എന്താ ഈ പറയുന്നേ? അപ്പൂ മാളും തന്നെ ഇൻസൾട്ട് ചെയ്തെന്നോ? എന്തിന്? എവിടെ വെച്ച്? സോറി, നടന്നതൊന്നും അങ്കിളിന്റെ അറിവോടെ അല്ലാന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സത്യമായും അങ്ങനൊരു സംഭവം നടന്നത് എൻ്റെ അറിവോടെ അല്ല അരുൺ. എന്താ ഉണ്ടായത് അത് പറയൂ. എന്താ ഉണ്ടായതെന്ന് അങ്കിള് മോളോട് തന്നെ ചോദിച്ചു നോക്ക്. എന്തായാലും ഞാൻ ആ കുട്ടിയുടെ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അങ്കിളിന്റെ മോൾക്ക് തോന്നിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അങ്കിൾ. സാരമില്ല, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി മാളവികയുടെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. താങ്ക് യു അങ്കിൾ. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ സോറി പറയുന്നു. അരുൺ, ഹലോ. ഛെ. എന്താ ഏട്ടാ? ആരാ വിളിച്ചത്? അരുണായിരുന്നു. എന്താ കാര്യം? അപ്പൂമാളും കൂടി അയാളെ ഇൻസൾട്ട് ചെയ്തു എന്ന്. ആള് ഭയങ്കര ഫീലിങ്ങിലൊക്കെയാ സംസാരിച്ചത്. അപ്പും ആളും കൂടിയോ? ആ വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നില്ലേ? ചിലപ്പോൾ ജോബിനത് രണ്ടുപേരെ അറിയിച്ചിട്ടുണ്ടാവും. എന്താ ഉണ്ടായെന്ന് ഞാൻ മാളുവിനോടൊന്ന് ചോദിക്കട്ടെ. അത് വേണ്ടെന്നേ. ഇനി അതിന്റെ പേരില് എന്നാലും നടന്ന എന്താന്ന് അറിയണമല്ലോ. മാളു, മാളു. എന്താ അച്ഛാ? ഞാൻ വെറുതെ നീ എന്തെടുക്കാന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ വെറുതെ വന്നാലെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ എന്തോ എന്നോട് ചോദിക്കാനുണ്ട്. എന്താ അച്ഛാ അറിയേണ്ടത്? മടിക്കണ്ട, ചോദിച്ചോ. ആ അരുൺ ഭാസ്കറുമായിട്ട് ഇന്ന് എന്തായിരുന്നു ഇഷ്യൂ? അച്ഛൻ വന്നപ്പോഴേ ഞാൻ ഊഹിച്ചതാ കാര്യം അത് തന്നെ ആയിരിക്കുന്നു. അച്ഛനെ അയാൾ ഇന്ന് വിളിക്കുകയോ നേരിൽ കാണുകയോ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. നീയും അപ്പുവും ചേർന്ന് അയാളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അരുൺ എന്നെ വിളിച്ചിരുന്നു. എന്താ സംഭവം? സംഗതി സത്യ അച്ഛാ. അയാൾക്ക് അങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. പിന്നെ ഞാനും അപ്പവും മാത്രമായിരുന്നില്ലല്ലോ, ജോബിൻ ഡോക്ടറും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അരുണൊന്നും പറഞ്ഞില്ലേ? എന്താ നടന്നതെന്നൊന്നും അയാൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. നിന്റെ ഭാഗത്തുനിന്ന് എന്തോ വലിയൊരു ഇൻസൾട്ട് ഉണ്ടായെന്ന് മാത്രം പറഞ്ഞു. അയാളത് ചോദിച്ചു വാങ്ങിയ ഇൻസൾട്ട് തന്നെയാ അച്ഛാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എവിടെയൊക്കെ പോകുന്നു, ആരുമായിട്ടൊക്കെ സംസാരിക്കുന്നു, ഇതൊക്കെ അന്വേഷിക്കാനും മറിഞ്ഞു നിന്ന് ഫോണിൽ ഷൂട്ട് ചെയ്ത് അച്ഛനെ അറിയിക്കാനും അയാളും അയാളുടെ ഗ്യാങ്ങും മെനക്കെട്ട് ഇറങ്ങിയിരിക്കുക. അതൊരു ശരിയായ രീതിയല്ലല്ലോ. ഞാനും അപ്പവും തമ്മിൽ ഇപ്പോഴും ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണെന്ന് വരുത്തി തീർക്കാൻ അയാളുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന് വല്ലാത്തൊരു ശ്രമം നടക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഫ്രണ്ട് അയച്ചു കൊടുത്തതെന്നും പറഞ്ഞ് അരുൺ ആ വീഡിയോ എനിക്ക് ഫോർവേഡ് ചെയ്തത്. അച്ഛനെ അറിയിക്കുക മാത്രമൊന്നുമല്ല അയാളുടെ ലക്ഷ്യം. കോളേജിൽ ഞങ്ങളെപ്പറ്റി വീണ്ടും മോശമായ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. അതുവഴി
എന്നെ അച്ഛനെയൊക്കെ സമ്മർദ്ദത്തിലാക്കി അയാൾ ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങൾ എത്തിക്കുക. അയാൾ കരുതുന്ന പോലെ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരല്ലെന്ന് അയാളെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. ശരിക്കും ഇന്നത്തെ ഐഡിയ ഡോക്ടറിൻ്റെതായിരുന്നു. അപ്പോൾ ഞാനുമായിട്ട് ഒരുമിച്ച് ചെല്ലുന്ന അയാൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. മാളു, അരുണുമായിട്ടുള്ള ഇഷ്യൂവിൽ നീയും ജോബിനൊക്കെ എന്തിനാ അപ്പൂനെ കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്നത്? തുറന്നു പറയാലോ, അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അച്ഛന്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അച്ഛനോട് ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാനും അപ്പവും തമ്മിൽ പഴയതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അതിൽ നമ്മുടെ പാവൻ ഡോക്ടർക്ക് അരുൺ ഭാസ്കർ പറയുന്ന പോലെ ഒരു ഇടനിലക്കാരന്റെ റോളും ഇല്ല. അച്ഛൻ ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. നിന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ മാളു. എന്താ സംഭവിച്ചതെന്ന് നിന്നോട് നേരിട്ട് ചോദിച്ചറിയാൻ തന്നെ ഞാൻ വന്നത്. പിന്നെ അപ്പുവിന്റെ കാര്യം, അത് നിന്നോട് പറയണമെന്ന് തോന്നി. നോക്കച്ച, അപ്പുവിനെ ഞാൻ തീരെ കാണാറില്ല, സംസാരിക്കുന്നില്ല എന്നൊന്നും ഞാൻ കള്ളം പറയുന്നില്ല. അപ്പുവിന്റെ പ്രശ്നങ്ങൾ കഴിവതും രമ്യമായി പരിഹരിക്കാൻ ഡോക്ടറുടെയും ഡേസി ആന്റിയുടെയും ഭാഗത്തുനിന്ന് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പു അതിനോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുമുണ്ട്. ഞാൻ കൂടെ ഉള്ളപ്പോഴാകും ചിലപ്പോ അപ്പു ഡോക്ടറെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോ ഡോക്ടർ ചിലപ്പോൾ എന്നെയും കൂട്ടാറുണ്ട്. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും പുള്ളിക്കാരനത് സമ്മതിക്കാറില്ല. അങ്ങനെ കണ്ടാലും മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ലെന്നാ ഡോക്ടർ പറയുന്നത്. ആലോചിച്ച് നോക്കിയപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നിയച്ചാ. അങ്ങനെ ബോധപൂർവ്വം ഒഴിഞ്ഞു മാറി നടക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന നിലയിൽ ഞങ്ങൾ പരസ്പരം മിങ്കിൾ ചെയ്യും, സഹകരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതിലെന്താ കുഴപ്പം? അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറം പഴയതുപോലുള്ള അടുപ്പവും സ്നേഹമൊന്നും പാടില്ലെന്ന് അതല്ലേ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല അച്ഛാ, ഇനി അതിന് ശ്രമിച്ചാൽ കൂടി ഞങ്ങളെ കൊണ്ട് അതിന് സാധിക്കുന്ന തോന്നുന്നില്ല. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. ശരി, നിന്റെ പഠിത്തം നടക്കട്ടെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. സോറി, ഞാനെന്തോ ആലോചിച്ചങ്ങനെ നിന്നുപോയി. അത് മനസ്സിലായി. അതുകൊണ്ടാ ഇങ്ങനൊരാൾ കൂടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചത്. അല്ല, ഡോക്ടർക്ക് എന്താ എന്നോട് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പറയാൻ ആക്ച്വലി ഞാനത് എങ്ങനെ തന്നോട് പ്രസന്റ് ചെയ്യും എന്നതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. അതെനിക്ക് തോന്നി. ഇത്രയും സമയം അതേക്കുറിച്ച് തന്നെ ആലോചിക്കണമെങ്കിൽ അത് അത്രയ്ക്ക് സീരിയസ് മാറ്റർ ആയിരിക്കണമല്ലോ. യാ, ഓഫ് കോഴ്സ്, ഇതൊരു സീരിയസ് മാറ്റർ തന്നെയാ. എന്താ ഡോക്ടർ, അപ്പുവിന്റെ കാര്യം വല്ലതുമാണോ? അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം? നോ, ഇത് അപ്പുവിന്റെ കാര്യമല്ല, തികച്ചും പേഴ്സണലാ. ഐ മീൻ, നമ്മളെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. മാളവിക, അതായത് ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, അത് പിന്നെ ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാവും ഇയാൾ റിയാക്ട് ചെയ്യാന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരണം. എന്തു പറ്റി? ഡോക്ടർക്ക് ഇങ്ങനൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ പതിവില്ലാത്താണല്ലോ. എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോളൂ. അതിൻ്റെ പേരിൽ ഞാൻ ഡോക്ടറോട് പിണങ്ങാനും വഴക്കിടാനൊന്നും വരില്ല. പോരെ? യെസ്, അത് മതി. അങ്ങനെ ഒരു ഉറപ്പ് മതി എനിക്ക്. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് എനിക്കത് പറയാമല്ലോ. ഞാനൊരു സിംഗിൾ പാരന്റ് ചൈൽഡാണെന്നുള്ള കാര്യം തനിക്കറിയാമല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എന്നെ എൻ്റെ ഡേസി ടീച്ചർ വളർത്തിയത്. എന്തിനും ഏതിനും എനിക്കെൻ്റെ മമ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുനാളിൽ എന്നെ ഉറക്കാൻ വേണ്ടി മമ്മി ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. രാജാവിൻ്റെയും രാജകുമാരിയുടെയും പുണ്യാളന്മാരുടെയും മാലാഖമാരുടെയൊക്കെ കഥകൾ. അതൊക്കെ കേട്ട് കേട്ട് എനിക്ക് മടുത്തു എന്ന് മനസ്സിലാവുമ്പോൾ
ഡെയ്സമ്മ ടീച്ചർ തന്റെ മാസ്റ്റർ പീസ് ഐറ്റം പുറത്തെടുക്കും. അതെന്താണെന്നറിയോ? കഥയാണോ? കഥയാണോന്ന് ചോദിച്ചാ കഥ പോലെ തോന്നുമെങ്കിലും സംഭവം റിയൽ ലൈഫാണ്. അന്ന് ടീച്ചർ ആ കഥയ്ക്കൊരു പേരിടുമായിരുന്നു, അപ്പുവിൻ്റെയും മാളുവിൻ്റെയും കഥ. ജോക്കുട്ടന് അപ്പുവിൻ്റെയും മാളുവിൻ്റെയും കഥ കേൾക്കണോ എന്ന് പറഞ്ഞാവും തുടങ്ങുക. ഞങ്ങളുടെ കഥയോ? അത് കൊള്ളാലോ. അതെ, എനിക്ക് ബോറടിക്കാതിരിക്കാൻ ടീച്ചർ ആ കഥയ്ക്ക് ഓരോ ചാപ്റ്ററുകൾ ഉണ്ടാക്കുമായിരുന്നു. ഉദാഹരണത്തിന് അപ്പവും മാളുവും സ്കൂളിൽ പോയ കഥ, അപ്പവും മാളുവും ഊഞ്ഞാലടിയ കഥ, പായസം കുടിച്ച കഥ. അങ്ങനെ അങ്ങനെ ടീച്ചറിന് അപ്പപ്പം മനസ്സിൽ തോന്നുന്ന ഓരോരോ ടൈറ്റിലുകൾ. 5 or 6 വയസ്സുള്ളൊരു ചെക്കനെ ഉറക്കാൻ, കഷ്ടിച്ച് 1 or 1.5 വയസ്സുള്ള 2 കുട്ടികളുടെ പേരിൽ കഥയുണ്ടാക്കി പറയുന്ന ഡെയ്സമ്മ ടീച്ചറിന്റെ ഭാവനാവിലാസത്തെപ്പറ്റി പിന്നീട് ഞാൻ ടീച്ചറിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ടീച്ചറാള് കൊള്ളാലോ. ഇനി കാണുമ്പോ ഞാൻ ഉറപ്പായി ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്.